അത് തീർച്ചയായിട്ടും ഈ ഒരു വിഷയം വന്നപ്പോൾ തന്നെ പാർട്ടി ഉണർന്ന് പ്രവർത്തിച്ചിരുന്നു. പാർട്ടിയുടെ ആഭിമുഖ്യത്തിൽ തന്നെ ഇതിനുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു. താഴെയുള്ള വാർഡ് പ്രസിഡന്റ് മുതൽ KPC പ്രസിഡന്റ് വരെ ഒറ്റക്കെട്ടായി നിന്ന് നിയമപരമായി നമ്മൾ പോരാടി. അതുമല്ല, ഒരാൾക്കുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശം, വാർഡിലേക്ക് മത്സരിക്കാനുള്ള അവകാശം, കൃത്യമായിട്ടുള്ള രേഖകളുള്ള ആൾക്ക് ഇതൊരു കേസിന്റെ അംശം പോലുമില്ല. എന്നിട്ടും ഒരു സ്ഥാനാർത്ഥിയെ ഒരു 5-6 ദിവസമായി ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നതിനൊക്കെ ഇതിലെ ഒരു വലിയ ജനരോഷം ഉണ്ടായിരുന്നു. അതെന്തായാലും ഇന്ന് കൃത്യമായി നിയമങ്ങൾ പഠിച്ച് കൃത്യമായിട്ടുള്ള നിലപാടുമായി ഇലക്ഷൻ കമ്മീഷൻ പോയതിൽ വലിയ സന്തോഷമുണ്ട്. ഇത് കോൺഗ്രസിന് പുതിയൊരു ഊർജം ഈ ഇലക്ഷൻ നമുക്ക് നൽകും. തീർച്ചയായും അനുകൂലമായ ഒരു വിധി വന്ന ഒരു സാഹചര്യത്തിൽ വലിയ വിജയപ്രതീക്ഷ തന്നെയല്ലേ മുട്ടട വാർഡിൽ ഇപ്പോൾ ഉള്ളത്? തീർച്ചയായിട്ടും മുട്ടട വാർഡിൽ മാത്രമല്ല, തിരുവനന്തപുരത്തും കേരളത്തിലും ഇത്തരത്തിൽ ഇഷ്ണയുടെ ഈ ഒരു നമ്മുടെ ഒരു പോരാട്ട വിജയം നമ്മളെ സഹായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകും. പ്രചരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ കോൺഗ്രസിനുള്ള ഇന്ധനം ഈ ഒരു വിജയം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.